നമസ്കാരം, വെൽക്കം ബാക്ക് ടു ട്രിപ്പ് ലവർ. അന്നേരം നമ്മുടെ ഈ യാത്ര കോതമംഗലത്തോട്ടാണ്. കോതമംഗലം ഭൂതത്താൻകെട്ട അണക്കെട്ടൊന്ന് കാണണം, അവിടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ചിന്തയിലാണ് പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് കടയിലൊക്കെ കയറി ജ്യൂസൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ഇനിയുള്ള 2-3 വീഡിയോ ഈ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിരിക്കും. അപ്പോൾ വെൽക്കം ടു ട്രിപ്പ് ലവർ. നമ്മൾ ഭൂതത്താൻകെട്ടെത്തി പെരിയാർ നദീതട ജലസേചന പദ്ധതി, നമ്മൾ അണക്കെട്ടിൻ്റെ ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. നമുക്ക് നേരെ ചെല്ലുമ്പോൾ കാണുന്ന ആ മഞ്ഞ കെട്ടിടം, അതാണ് ഇവിടുത്തെ അണക്കെട്ട്. കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഈ വ്യൂ നോക്കിക്കേ, ദൂരെ ഒരു കെട്ടിടം കണ്ടോ, നല്ല അടിപൊളി ലുക്ക്. ഭൂതത്താൻകെട്ട് ബോട്ട് ജെട്ടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് നമുക്കിനി ബോട്ട് എടുത്ത് വേണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ. നൈസ് ലൊക്കേഷനാണ്. ബോട്ട് സർവീസ് പെരിയാർ വാലി ജലസേചന പദ്ധതി ഭൂതത്താൻകെട്ട്. ഇവിടുന്ന് നമുക്കിനി ബോട്ട് എടുത്ത് വേണം നമ്മൾ ബോട്ട് ജെട്ടിയിലാണേ. ഇനി നമ്മൾ ബോട്ട് വെയിറ്റ് ചെയ്യുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ്. നോക്കിയ സ്കൈയുടെ കളറൊക്കെ നോക്കി. എന്തായാലും വന്നാലേ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. സൂൺ ലൈനുള്ള പരിപാടികളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു താമസിക്കുന്ന റൂമുണ്ട്. ആ റൂമിന്റെ അവിടെ വരെയുള്ള കാര്യം ഞാൻ ചുമ്മാ നിൽക്കുമായിരുന്നു. ബാക്കിയെല്ലാം പുള്ളി പറയുന്നനുസരിച്ച് കാർ ഓടിക്കുമായിരുന്നു. എന്നിട്ട് ആ പുള്ളി ചെയ്യുന്ന പരിപാടിയാണെന്ന് അറിയാം. ഇവിടെ വന്നിട്ട് രാത്രി 11 മണിക്ക് 10 മണിക്ക് നമുക്ക് കയറേണ്ട ബോട്ട് ഇച്ചിരി അങ്ങോട്ട് മാറിയാണ് കിടക്കുന്നത്. നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പാത്ത് വേ. ഇച്ചിരി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോട്ടിൽ കയറാൻ പറ്റും. ഒരു ഫോറസ്റ്റിൻ്റെ സൈഡിലുള്ള റിസോർട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്ത് കൊടുക്കുമ്പോൾ ഇത് ഇടണം കേട്ടോ. പെൻസിലാർ വുഡ്സിലോട്ടുള്ള യാത്രയാണ്. ഇതിപ്പോൾ കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു നല്ലൊരു ഏരിയ കേട്ടോ, വളരെ സൈലൻ്റ്. ഒരു ചെറിയ കൂടെ പോകുന്ന ഒരു ഫീലാണ്. നമുക്കിവിടെ കയറേണ്ട ബോട്ട് ഇവിടെ ഉണ്ട്. ബോട്ടിൽ ഇനി നമുക്ക് റിസോർട്ടിലോട്ട് പോകാം. നമുക്ക് പോകാനുള്ള ബോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ യാത്ര ആരംഭിക്കാം. സ്റ്റിയറിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നീ ഇരിക്കേ സർവത്ര ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയാ കേട്ടോ. സുനിലേട്ടൻ പറന്നെടുക്കുക.
ദേ ആ കാണുന്ന റിസോർട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. റിസോർട്ടിൻ്റെ പേര് പെൻസിലാർ വുഡ്സ്. നമ്മളിങ്ങോട്ട് വള്ളം അടുപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ട്രീ ഹൗസാണ്. അത്യാവശ്യം ലൊക്കേഷൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് വള്ളമൊക്കെ അകത്തോട്ട് കയറ്റാനുള്ള ക്രമീകരണമൊക്കെ ഉണ്ട്. എനിവേ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് അകത്തോട്ട് കയറാം. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഗസ്റ്റും ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഫ്രീഡമാണ് ഇവിടെ. അന്നേരം നമ്മുടെ റൂമിലോട്ട് പോകാം. റൂമിൻ്റെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് കാണട്ടെ. കയറി വരുമ്പോൾ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് ബെഡ്റൂം, പിന്നെ അങ്ങോട്ട് ബാത്റൂം. ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഒരു സ്റ്റാൻഡേർഡ് ബെഡ്റൂമാണ്. പൂളുണ്ട് കേട്ടോ, പൂളുണ്ട്. നിക്കർ എടുത്തോണം. എന്നോത്തിനാ കമ്പിയെ പിടിച്ചോണ്ട് നിക്കാനാ. ഹലുവ. എടാ ഇത് സിനിമയിലൊക്കെ കാണുന്നുണ്ട്. എടാ അത് നല്ല വ്യൂ ആണ്. അങ്ങനെയൊക്കെ പെൻസിലാർ വുഡ്സിലോട്ട് നമ്മൾ കയറി വരുന്ന ആ വഴിയാണ്. ഇപ്പോൾ കണ്ടിതാ രാവിലത്തെ സീൻ. വളരെ പീസ്ഫുൾ, കാം ആൻഡ് കൂൾ അറ്റ്മോസ്ഫിയർ. ഈ റിസോർട്ടിൽ 2 ട്രീ ഹൗസ് ഉണ്ട്. നമുക്ക് ആ ട്രീ ഹൗസ് ഒന്ന് പോയി കാണാം. എങ്ങനെ അതിൻ്റെ സെറ്റപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. ദൂരെ നിന്ന് കാണുമ്പോൾ വലിയ ഹൈറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് ഈ ട്രീ ഹൗസ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് എന്തായാലും താണ്ട് മണ്ടക്കോട്ട് കയറാം. നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ട്രീ ഹൗസിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ബാക്കിൽ ചെറിയൊരു ബാൽക്കണിയുണ്ട്. അതുപോലെ തന്നെ വെളിയിലോട്ടുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ വരുമ്പോൾ ക്രോസ് ചെയ്യുന്ന ലേക്കാണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. നല്ല സൂപ്പർ വ്യൂ. ട്രീ ഹൗസിൽ നിന്നുള്ള കാഴ്ചയായത്. സുനിൽ ബ്രോയ്ക്ക് മീൻ വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട്? മീൻ കിട്ടുന്നുണ്ടോ? പ്രതീക്ഷ പോലല്ല. 2, 4, 3, 5 മീൻ കിട്ടിയിട്ടുണ്ട്. എന്തോ പള്ളത്തിയാണോ? പള്ളത്തിയും പരലുവാ കൂടുതൽ. കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. ആകെ 5 കിട്ടിയിട്ടുള്ളൂ. കൂടെ പിടിച്ചിരിക്കുകയാണ്. മീൻ പിടിക്കാൻ പഠിക്കണം. നമ്മളിതൊക്കെ എത്ര പിടിച്ചതാ. അപ്പോൾ സന്ധ്യയായി. ചെറിയൊരു മഴയുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവരും കുറച്ചു നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് വേണ്ട ഇപ്പം നേരെ പൂളിലോട്ട് വന്ന് ചാടിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ രാത്രിയിലത്തെ ഒരു വ്യൂ. വളരെ സൈലൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പൂളിലൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാവുന്ന ഒരവസ്ഥയിലാണ്. എന്താണ്ട് എല്ലാവരും പൂളിലോട്ട് ചാടിയിട്ടുണ്ട്. അവിടെ കിടന്ന അഭ്യാസങ്ങളും കഥ പറച്ചിലും ഒക്കെയാണ്. ഇത് വേണോ? കള്ളല്ലേ ഇത് വേണോന്ന് വെച്ചാൽ ഞാൻ ഇവന് എപ്പോഴും വർഗീസ് ഊളന് എല്ലാം കൂടെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ശനിയാഴ്ച ആ കാലം
നീരേറ്റുറം ആറ്റിക്കിടന്ന് ചീനി സ്പെഷ്യലി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് ഇപ്പോൾ പൂളിൽ കാണിക്കുന്നത്. ഇതൊരു പ്രത്യേകതരം സ്വിമ്മിംഗ് ആണ്. അതെന്താണെന്ന് നമുക്ക് അവനോട് തന്നെ ചോദിച്ചറിയേണ്ടി വരും. ചീനിയുടെ സ്വിമ്മിങ് തന്നെയാണ് പൂളിലെ ഹൈലൈറ്റ്സ്. ഡിന്നർ കഴിക്കാനുള്ള സമയമായി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ ഡിന്നർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിവിടെ കുക്ക് ചെയ്യുന്നതല്ല, വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പക്ഷേ നല്ല സ്പോട്ടുകളിൽ നിന്ന് തന്നെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഇവർ നമുക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നത്. എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പൊറോട്ട ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിന്നർ കഴിച്ചു. ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തകർപ്പൻ മഴ തുടങ്ങി. മഴയൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ചുറ്റോട്ടിയിരിക്കുകയാണ്. അന്നേരം നാളത്തെ ദിവസം ഒത്തിരി പ്ലാനുകളുണ്ട്. രാവിലെ നമുക്ക് എണീക്കണം. അപ്പോൾ നാളെ രാവിലെ